നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി മരടിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് വീണ നിലയിൽ യുവാവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പുത്തൻകുരിശ് സ്വദേശി സുഭാഷിന്റെ മൃതദേഹമാണിതെന്നാണ് നിഗമനം. ഇയാൾക്ക് 51 വയസ്സായിരുന്നു പ്രായം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് സുഭാഷിന്റെ പേരിലുള്ള ID കാർഡ്, കിടക്കവിരി, ബാഗ് തുടങ്ങിയ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. മാത്രമല്ല, തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കാലുകൾക്കും ഒടിവുണ്ട്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മരടിലാണ് സുഭാഷിന്റെ സഹോദരിയെ വിവാഹം കഴിച്ചയച്ചത്. സഹോദരിയുടെ ഭർത്താവ് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1 മാസം മുമ്പ് വരെ ഇവരെ കാണാൻ സുഭാഷ് ചെന്നിരുന്നു. വർഷങ്ങളായി ഇടയ്ക്കിടെ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ആളാണ് സുഭാഷ് എന്നും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായി കേൾക്കുന്നുണ്ടെന്നും മരട് നഗരസഭാ ചെയർപേഴ്സൺ അജിത നന്ദകുമാറും കൗൺസിലർ ജബ്ബാർ പാപ്പനയും പറഞ്ഞു. മരടിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന കെട്ടിടത്തിന് മുകളിലായിരുന്നു സുഭാഷ് താമസിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും കിട്ടിയിരുന്നു. നിർമ്മാണ പിഴവ് മൂലം ചെറിയ ചെരിവ് കണ്ടെത്തിയതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. വർഷങ്ങളായി ഇത് കാട് പിടിച്ചു കിടക്കുകയാണ്. കെട്ടിടത്തിന് തൊട്ടടുത്ത കായലിൽ കുട്ടവഞ്ചിയിൽ മീൻ പിടിക്കാൻ വന്നവർ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും പനങ്ങാട് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ളതിൽ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല, ഇതൊരു ആളൊഴിഞ്ഞ കെട്ടിടമാണ്. ഇതിൽ മറ്റാരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്നുള്ളതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ആരും കാണാത്ത രീതിയിലാണ് സുഭാഷ് അവിടെ താമസിച്ചു വന്നിരുന്നത്. അടുത്തുള്ളവർക്കൊന്നും തന്നെ ഇത്തരത്തിലൊരു വ്യക്തി അവിടെ താമസിക്കുന്നതിനെ കുറിച്ചിട്ടും വിവരമുണ്ടായിരുന്നില്ല. മാത്രമല്ല, 4 ദിവസത്തോളം പഴക്കമുണ്ട്. ഒരുപക്ഷെ 4 ദിവസം മുമ്പ് തന്നെയായിരിക്കും ഇത്തരത്തിൽ സുഭാഷ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണിട്ടുണ്ടാവുക. സഹായത്തിനോ നിലവിളിച്ചു കഴിഞ്ഞാൽ ആരും വന്ന് നോക്കാൻ പറ്റാത്ത സാഹചര്യം കൂടിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കിടന്നായിരിക്കണം മരണം സംഭവിച്ചിട്ടുള്ളത്. മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ.